ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വർഷം തുടക്കം മുതൽ ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം നടത്തിയത്? ഉത്തരം 16ാമത്തേത്. അതായത് ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് നടത്താനാണ്, അതായത് 2027 ഈ ഒരു സെൻസസ് നടത്താനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ചുവട്. അതായത് ചുവട് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക. പദ്ധതിയുടെ പേര് മറക്കരുത്, ചുവട്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം, 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ഉത്തരം രാംകുമാർ മുഖോപാധ്യായ. അതായത് രാംകുമാർ മുഖോപാധ്യായ എന്ന ബംഗാളി സാഹിത്യകാരനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കാൻ സാധിച്ചത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണിത്. ഉത്തരം ഇ വിദ്യ. ഇ വിദ്യ എന്നാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ പേര്. ഇത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു സിസ്റ്റമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. പേര് ഇ വിദ്യ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം, 2027 നടക്കുന്ന അന്താരാഷ്ട്ര AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ജനീവ. അതായത് 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ജനീവയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുട്ടികളിലെ ഗുരുതര രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേരാണ് പ്രതീക്ഷ. അതായത് ഈ ഒരു പ്രതീക്ഷ എന്നതിലെ ഓരോ ലെറ്ററിനും അതിൻ്റേതായ ഫുൾ ഫോം ഉണ്ട്. പ്രതീക്ഷയുടെ ഫുൾ ഫോം നമുക്ക് നോക്കാം. പീഡിയാട്രിക് റീനൽ അസസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ്. ഇതാണ് ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ഗുരുതര രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് പ്രതീക്ഷ. അതിൻ്റെ ഫുൾ ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. എട്ടാമത്തെ ചോദ്യം, BESS അല്ലെങ്കിൽ ബെസ് സാങ്കേതിക വിദ്യ വഴി വൈദ്യുതി വിതരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞു ബെസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വൈദ്യുതി വിതരണം നടത്തുന്നത്. എന്താണ് ഈ ഒരു ബെസ്സിൻ്റെ ഫുൾ ഫോം? BESS എന്ന ബെസ്സിൻ്റെ ഫുൾ ഫോം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇതൊരു പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാക്കാൻ സുപ്രീം കോടതി അനുമതി ലഭിച്ച വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം ഹരീഷ് റാണ. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാക്കാൻ സുപ്രീം കോടതി അനുമതി ലഭിച്ച വ്യക്തിയുടെ പേരാണ് ഹരീഷ് റാണ. അടുത്ത ചോദ്യം, സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്?
ഉത്തരം ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം, 2028 നടക്കാനിരിക്കുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന സ്ഥലമാണ് 2028 നടക്കാനിരിക്കുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അതിൽ തന്നെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2026 പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. അതുപോലെ തന്നെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 9-ാം വർഷമാണ് ഫിൻലാൻഡ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വീഡിയോയിലെ അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ച നഗരം ഏതാണ്? വായുമലിനീകരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് ഡൽഹിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡൽഹി. അപ്പോൾ ഡൽഹിയിലാണ് വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത്. ഉത്തരം ഡൽഹി. 13-ാമത്തെ ചോദ്യം, 98-ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ അവതാരകയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? മറ്റാരുമല്ല, പ്രിയങ്ക ചോപ്രയാണ്. 98-ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപന വേദിയിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയങ്ക ചോപ്രയാണ്. അപ്പോൾ ഉത്തരം പ്രിയങ്ക ചോപ്ര. 2026 98-ാമത് ഓസ്കാർ അവാർഡ് മികച്ച ചിത്രത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? രണ്ടായിരത്തി 98-ാമത് ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വീഡിയോയിലെ 15-ാമത്തെ ചോദ്യവും ഓസ്കാറുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 2026 98-ാമത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. അതിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പോൾ ആ ഒരു ചിത്രം സംവിധാനം ചെയ്തതിൻ്റെ പേരിലാണ് മികച്ച സംവിധായകൻ എന്ന ഓസ്കാർ അവാർഡ് 2026 പോൾ തോമസ് ആൻഡേഴ്സന് ലഭിച്ചത്. 16-ാമത്തെ ചോദ്യം, 2026 ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? രണ്ടായിരത്തി 2026 ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കിൾ ബി ജോർഡാൻ ആണ്. അദ്ദേഹത്തിൻ്റെ സിന്നേഴ്സ് എന്ന സിനിമയിലുള്ള അഭിനയത്തിനാണ് മൈക്കിൾ ബി ജോർഡാന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. 2026 ഓസ്കാർ അവാർഡ്സിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രണ്ടായിരത്തി 2026 ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജേസി ബക്ലി എന്ന് പറയുന്ന നടിക്കാണ്. അവരുടെ ഹാം നെറ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആളുടെ പേരെന്താണ്? ആ ചുമതല ഏറ്റെടുത്തത് ആരാണ്? ഉത്തരം ബാലേന്ദ്ര ഷാ. നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആളാണ് ബാലേന്ദ്ര ഷാ. വീഡിയോയിലെ 19-ാമത്തെ ചോദ്യം, ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്. ഉത്തരം ധർമ്മ ഗാർഡിയൻ. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ധർമ്മ ഗാർഡിയൻ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പ്രവാസി പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ്?
ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പ്രവാസി പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമാവുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെയും GKയുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോം ക്വിസുകളും സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2026 ഏപ്രിലെയും കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോയ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.